ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവിൻ. വിശുദ്ധ ഗ്രന്ഥത്തിലെ സുവർണ നിയമം എന്ന് പറയപ്പെടുന്നത് ഇതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം. എന്തുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടതായിട്ട് മാറുക? പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ? മറ്റുള്ളവർ എന്നെ സ്നേഹിക്കണം, മറ്റുള്ളവർ എനിക്ക് നന്മ ചെയ്യണം, മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കണം, സ്നേഹത്തോടുകൂടി വർത്തമാനം പറയണം. എത്രയോ ആഗ്രഹങ്ങള് നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലെ? മറ്റുള്ളവർ ഒത്തിരിയേറെ കാര്യങ്ങള് എന്റെ ജീവിതത്തിൽ ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്റെ ഈശോ എന്നോട് പറയുന്നത് എന്താ? നീ നിന്റെ ജീവിതത്തില് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാവണം. എന്നാൽ മാത്രമേ നിന്റെ ജീവിതം ദൈവത്തിന്റെ മുൻപില് സ്വീകരിക്കപ്പെടുകയുള്ളൂ. പക്ഷെ പലപ്പോഴും നമുക്കിത് സാധിക്കുന്നില്ല. എല്ലാം എനിക്ക് വേണം എന്ന ചിന്തയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. എന്നാൽ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഇന്ന് എനിക്ക് സാധിക്കാതെ പോവുക. പലപ്പോഴും അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ? തൂമ്പായെ പോലെയാണ്, എല്ലാം എനിക്ക് വേണം. എന്നാൽ എനിക്ക് കിട്ടുന്ന ഈ നന്മകള് മറ്റുള്ളവർക്കും കൊടുക്കാനായിട്ട് സാധിക്കാതെ പോവുക. സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നീ നിനക്ക് എന്തൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവയൊക്കെ നീ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാവണം. മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി നീ അവ ചെയ്തു കൊടുക്കുമ്പോൾ നിനക്ക് ദൈവത്തിന്റെ മുൻപിൽ സ്ഥാനമുണ്ടാകും. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ സുവർണ നിയമം എത്രമാത്രം പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പലപ്പോഴും ആഗ്രഹിക്കുന്ന ഞാൻ പല കാര്യങ്ങള് എന്റെ ജീവിതത്തിൽ നേടിയെടുക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഞാൻ മറ്റുള്ളവർക്ക് എന്റെ ജീവിതത്തിൽ എന്ത് കാര്യമാണ് ചെയ്തു കൊടുക്കുന്നത്? ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എങ്കിൽ ഓർക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് വിലയില്ലാതായി തീരും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അവയൊക്കെ മറ്റുള്ളവർക്ക് സന്തോഷത്തോടു കൂടി ചെയ്തു കൊടുക്കുവാനായിട്ട് ഈശോ ചെയ്തതും ഇത് തന്നെയല്ലേ? എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നുപോയി. അതേപോലെ നമ്മുടെ ജീവിതത്തിലും എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് ബൈബിളിലെ ഈ സുവർണ നിയമം നമ്മുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കി എപ്പോഴും സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.